ഒരുക്കമുള്ള ഹൃദയം. എന്തിനുള്ളൊരുക്കാണ്? ദൈവത്തെ സ്നേഹിക്കാൻ ഒരുക്കമുള്ള ഹൃദയമാണ് കേട്ടോ. ഓർക്കണം, മറന്നു പോരുത്. ദൈവത്തെ സ്നേഹിക്കാൻ ഒരുക്കമുള്ള ഹൃദയം ആരാണ് തരേണ്ടത്? ദൈവം. പശ്ചാത്താപം ആരാണ് തരേണ്ടത്? ദൈവം. ഇതാ വിഷയം. ഇതാണ് ഈ രണ്ട് സംഭവമാണ്. അതായത് ഈ കോളേജിലെ പരിപാടി പോലെയാണ് ഈ സംഭവം. ഇപ്പം നമ്മുടെ കോളേജിൽ അഡ്മിഷൻ വേണം. നമുക്കൊരു വെള്ള പേപ്പർ എഴുതി കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ ചെന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ മേടിക്കണം. അവരുടെ ആപ്ലിക്കേഷനിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള അപേക്ഷകളുടെ ആപ്ലിക്കേഷൻ അവിടുന്ന് ഇഷ്യൂ ചെയ്യുമെന്ന്. നമുക്ക് വെള്ള പേപ്പർ എഴുതി കൊടുക്കാൻ പറ്റത്തില്ലെന്ന്. നിങ്ങൾ ആപ്ലിക്കേഷൻ ചെല്ലുമ്പോൾ പറയും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വെക്കാൻ പറയും. പണി പാലും വെള്ളത്തിലായി. നിങ്ങൾ ആ കോളേജിൽ ആപ്ലിക്കേഷൻ ചെല്ലുമ്പോൾ പറയും ഏത് സബ്ജക്റ്റാണ്, ഏത് ഗ്രൂപ്പാണെന്ന് ചോദിക്കും. എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചിട്ട് പറയും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വെക്കാൻ പറയും. മാർക്ക് ലിസ്റ്റ് വെക്കാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിച്ച വിഷയത്തിന് ആവശ്യമായ മാർക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ എന്തു ചെയ്യും? ആപ്ലിക്കേഷൻ തരത്തില്ല. പ്രശ്നം തീർന്നു. അപ്പോൾ ഉള്ള പ്രശ്നം ഒരുക്കമുള്ള ഹൃദയത്തിൻ്റെ ആപ്ലിക്കേഷൻ ദൈവം തരേണ്ടതാണ്. പിന്നെ എന്താണ്? പശ്ചാത്താപത്തിൻ്റെ ആപ്ലിക്കേഷനും ദൈവം തരേണ്ടതാണ്. ഇതൊരു സീരിയസ് വിഷയമാണ്. പക്ഷെ നമുക്കതിനെ അതിജീവിക്കാൻ പറ്റും. മക്കൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇത് വെളിപാടിൻ്റെ ആ ഫോർമുല എടുത്ത് ഉപയോഗിച്ചാൽ നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടും. വെളിപാടിന് എന്താണ്? നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുവിൻ. അതേ പ്രവർത്തികൾ തന്നെ ചെയ്യാൻ. മനസ്സിലായില്ലേ? ഇപ്പം എന്താണ് നീ ഭർത്താവിൽ നിന്ന് അല്ലെ ഭാര്യയിൽ നിന്ന് വഴക്കിട്ട് വന്ന് ഭാര്യനെ ഓടിച്ചിട്ടിരിക്കുകയാണ് വീട്ടിലോട്ട്. നീ എന്ത് ചെയ്യണം? അതേ പ്രവൃത്തി ചെയ്യണം. പോയി വിളിച്ചോണ്ട് വരണം. അതാണ് വിഷയം. അല്ലാതെ ഇവിടെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അല്ല പോയി കുമ്പസാരത്തിനും കാര്യമില്ല. യു ഷുഡ് ഡു ദ സെയിം തിങ്. അതുകൊണ്ടാണ് നീ എൻ്റെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റത്തില്ലെന്ന് പറയണത്. സിസ്റ്റർ അതെടുത്തേ. 39 സങ്കീർത്തനം 7-ാം തിരുവചനം 7-ാം വാക്യം. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. ഇതിന്റെ പ്രശ്നം മനസ്സിലായില്ലേ? അതായത് നമ്മൾക്ക് നമ്മുടേതായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത മോങ്ങിയ അല്ലെങ്കിൽ മനസ്താപൂർണം ചെല്ലിയ ഈ സംഭവം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നീ എവിടെ നിന്നാണ് വീണത്, അധപ്പതിച്ചത്, അതേ പ്രവൃത്തി തന്നെ ചെയ്യണം. എവിടെ നിന്ന് ആരുമായിട്ടാണ് നീ തെറ്റ് ചെയ്തത്, ആ വിഷയത്തിൽ ആ വ്യക്തിയോട് തന്നെ പോയിട്ട് ക്ഷമ ചോദിക്കുകയോ ആ വ്യക്തിയോട് തന്നെ പോയിട്ട്. അപ്പം നിങ്ങൾക്ക് എപ്പോഴും അതേ പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു വിഷയം తెలిയോ? നിങ്ങൾ കുമ്പസാരിക്കും, ഞാൻ ഇങ്ങനെ വ്യക്തിയോട് വഴക്കാണ്, ഞാൻ അവരോട് സംസാരിച്ച് കഴിയാകുമ്പോൾ ഈ അച്ഛൻ പറയണത് എന്താണ്, നിങ്ങൾ കുറച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയും. പക്ഷേ അതല്ലല്ലോ, അതേ പ്രവൃത്തി തന്നെ ചെയ്യണം. ആ വ്യക്തി ഏത് വ്യക്തിയോടാണ്, അല്ല ഏതെങ്കിലും വ്യക്തിയോടല്ല. വലതുകാലം മുറിഞ്ഞതിന് നിങ്ങൾ ഇടതുകാലം കൊണ്ട് ഡോക്ടറെ കാണിക്കരുത്. അതും വേണമെങ്കിൽ പുള്ളിക്കാരൻ ഓപ്പറേറ്റ് ചെയ്ത് അവിടെ കെട്ടിത്തരും. വലതുകാലം മുറിഞ്ഞാൽ വലതുകാലം തന്നെയാണ് ഡോക്ടറെ കാണിക്കേണ്ടത്. നിങ്ങൾ അതേ പ്രവൃത്തികൾ തന്നെ ചെയ്യുവേൻ. അവിടെ സത്യസന്ധത വരണത്. അപ്പം നിങ്ങൾ വൈഫിനെ കൊണ്ട് വീട്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൈഫിനെ വിളിച്ചുകൊണ്ട് വരണം. ഒരു മാർഗ്ഗവും ഇല്ല എൻ്റെ അകത്ത്. വിളിച്ചാൽ വന്നില്ലെങ്കിലോ അത് നിങ്ങളുടെ പ്രശ്നം തീർന്നല്ല. അതിനാലേ അത് അവളുടെ കാര്യമായില്ലേ? അതവരുടെ കാര്യമായില്ല. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സഭയോട് പറഞ്ഞാൽ മതി. സഭയെപ്പോലും നീ അവിടെ മാനിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് കർത്താവിനെ അറിയാത്ത ആളെപ്പോലും ആകട്ടെ എഴുതിയെടുക്കണം പറയും. എല്ലാത്തിനും കറക്റ്റ് മറുപടി അല്ലേ ഈശോൻ്റെ അടുത്തുള്ളത്? എല്ലാത്തിനും മറുപടിയുണ്ട്. അപ്പം നിങ്ങൾ വിളിച്ചെന്ന് വരുത്തി തീർത്ത്
അങ്ങനൊന്നും ചെയ്യരുത്. അപ്പം ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ തരേണ്ടത് ദൈവമാണ്. നുറുങ്ങിയ ഹൃദയത്തിനുള്ള ആപ്ലിക്കേഷൻ അവിടെ നിന്ന് തരണം, കർത്താവ് തരണം. പശ്ചാത്താപവും ആപ്ലിക്കേഷനും അവിടെ നിന്ന് തരണം. എങ്ങനെ തരും? നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കാണിക്കണം. മാർക്ക് ലിസ്റ്റ് കാണിച്ചാൽ മാത്രമേ നിങ്ങൾ ആ കോഴ്സിന് എലിജിബിൾ ആണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അല്ല വഴിയെ പോകണവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് വേണോ, കർത്താവിന് കൃപ വേണോ, അത് സ്വീകരിക്കാനുള്ള എലിജിബിലിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടോ, യോഗ്യതയുണ്ടോ എന്ന് വെക്കണം. അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്താണെന്നറിയാമോ? എൻ്റെ മക്കളെ, വളരെ എളുപ്പമാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങളില്ലേ, ഇല്ലേ? ഉപപ്രവർത്തനം വെച്ചാൽ ഈ ആതുര സേവനങ്ങളും പാവത്തങ്ങളെ സഹായിക്കുന്നതും ആയിട്ടുള്ള കുറേ കാര്യങ്ങളില്ലേ, അതുപോലെ സുവിശേഷ കൈമാറ്റമില്ലേ, ഇതെല്ലാം നിങ്ങൾ ഒരു നുറുങ്ങിയ ഹൃദയത്തിൻ്റെ യോഗ്യതയ്ക്ക് വേണ്ടിയാണ് കാഴ്ചവെക്കേണ്ടത്. കർത്താവ് എനിക്ക് ദൈവകൃപ പ്രവർത്തിക്കാൻ യോഗ്യമായ ഒരു ഹൃദയം തരുന്നതിന് വേണ്ടി ഞാൻ ഈ കർത്താവിൻ്റെ വചനപത്രങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നു. കർത്താവ് എനിക്ക് പശ്ചാത്താപം നൽകുന്നതിന് വേണ്ടി ഞാൻ ഈ വചനപത്രങ്ങൾ ദൈവത്തിന് ജനങ്ങൾക്ക് കൊടുക്കുന്നു. അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെ ഈ രണ്ട് ഉദ്ദേശത്തോടും കൂടിയായിട്ട് നിങ്ങൾ ഇൻറ്റൻഷൻ ചെയ്താൽ അത് നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ആദ്യമേ എൻ്റെ മക്കൾ വിചാരിക്കണം, എനിക്ക് ദൈവത്തോട് കർത്താവേ എനിക്ക് നിത്യമായി നിൻ്റെ സ്നേഹത്തിൽ വസിക്കാൻ എന്നെ സഹായിക്കണമെന്നാണ്. ഇപ്പം നിങ്ങൾ പറയണത് എന്താണ്? എനിക്ക് കാനഡയിൽ പോകാൻ കർത്താവ് അങ്ങോട്ട് കടത്താൻ വേണ്ടി കർത്താവ് ഒരു ഊന്നുകാരനായിട്ടാണ് നോക്കണത്. കർത്താവ് ഒരു വള്ളക്കാരനായിട്ട് എന്നെ കപ്പൽ കയറ്റി അങ്ങനെ വിടാനാണ് പറയണത്. ആ പരിപാടിയാണെങ്കിൽ നടക്കത്തില്ല സംഭവം. മറിച്ച് എന്നുവെച്ചാൽ എളുപ്പം നടക്കണമെങ്കിലുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് നിൻ്റെ സ്നേഹത്തിൽ എനിക്ക് ജീവിതകാലം മുഴുവൻ നിലനിൽക്കാൻ എന്നെ സഹായിക്കണമേ പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിലെ ജീവിതകാലം മുഴുവൻ ജീവിക്കുവാൻ എനിക്ക് പശ്ചാത്താപത്തിന് യോജിച്ച ഫലങ്ങള് പുറപ്പെടുവിക്കാൻ എന്നെ സഹായിക്കണം. ഇപ്പൊ അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ വന്നൊരു സാധനമാണത് അല്ലേ? എന്താണ്? അതാണ് വെടിപാടെന്ന് പറയണത്. കർത്താവ് വചനം നൽകുന്നത് നയിക്കണം ഇങ്ങനെയാണ്. മത്തായി 3:8 മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. അതാ വിഷയം. ഫലം പുറപ്പെടുവിക്കണമെന്നല്ല പറഞ്ഞിരിക്കണത്. എന്താ പറഞ്ഞിരിക്കണത്? മാനസാന്തരത യോജിച്ച ഫലമാണ്. അതെന്താണ്? നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് നിങ്ങൾ അധപ്പതിച്ചത്, അതേ പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലമാണ്. മാനസാന്തരത്തിന് പറ്റിയ ഫലമല്ല, അതിന് യോജിക്കുന്ന അതുമായിട്ട് സിങ്കാകുന്ന ഫലങ്ങളാണ് ഉണ്ടാകേണ്ടത്. അപ്പം നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ ചെയ്താൽ മാനസാന്തരം ഉണ്ടാകത്തില്ലെന്ന് അർത്ഥം. നമുക്ക് തോന്നിയ പരിപാടി ചെയ്താലേ മാനസാന്തരം ഉണ്ടാകത്തില്ല. മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് തോന്നിയ പരിഹാരം ചെയ്ത കാര്യമില്ല. അതിനോട് സിങ്കാകുന്ന രീതിയിൽ, ആ സിങ്കാകുന്നത് എന്താണ്? എവിടുന്നാണ് അധപ്പതിച്ചതെന്ന് അറിയണം. എന്നിട്ട് അതേ പ്രവർത്തനം ചെയ്യുമ്പോഴാണ് യോജിച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് മായ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകൻ ആര്യൻ. ഞാൻ 2022 ഡിസംബർ 23 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ എൻ്റെ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ പറയുന്നതിന് മുമ്പ് 2 വാക്ക് എനിക്ക് എൻ്റെ ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ 2022 വലിയൊരു ക്രൈസിസിൽ വലിയ സങ്കടത്തിലിരിക്കുമ്പോഴാണ് എനിക്ക് മാതാവിനെക്കുറിച്ച് അറിയാൻ പറ്റിയതും ഇങ്ങോട്ട് വരാൻ പറ്റിയതും. വിനീത എന്ന് പറഞ്ഞ എൻ്റെ ഒരു പ്രിയപ്പെട്ട ചേച്ചിയാണ് അമ്മയെക്കുറിച്ച് പറഞ്ഞത്, എനിക്ക് പത്രം തന്നതും ഒക്കെ. അപ്പോൾ ആ ചേച്ചി എന്നോട് കാര്യം പറഞ്ഞിരുന്നു, മോളെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ
ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു ധ്യാന കേന്ദ്രമുണ്ട്. അവിടെ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ടതാ. അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ വിഷമങ്ങളൊക്കെ മാറും, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. 6 നിയോഗങ്ങൾ എഴുതി ഇങ്ങനെ ഉടമ്പടി എടുക്കാമെന്നൊക്കെ. എനിക്ക് ആക്ച്വലി ഉടമ്പടി എന്താണെന്നോ അമ്മയെക്കുറിച്ചോ ഒന്നും അറിയില്ല, പ്രാർത്ഥന അറിയില്ല, ഞങ്ങൾ ഹിന്ദുക്കളാണ്. പക്ഷെ ചേച്ചി പറഞ്ഞ പോലെ ഞാൻ വിശ്വസിച്ചു. 6 കാര്യങ്ങൾ അതായിരുന്നു എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ശരിക്കും ഞാൻ 6 കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, എൻ്റെ 6 കാര്യങ്ങൾ എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളൊന്നും അല്ല എനിക്ക് അമ്മ ചെയ്തു തന്നത്. ഞാൻ വയ്ക്കാത്ത എൻ്റെ കാര്യങ്ങളായിരുന്നു അമ്മ ആദ്യം സാധിച്ചു തന്നുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ 2 സാക്ഷി ഇവിടെ പറഞ്ഞിരുന്നു നേരത്തെ. അതിലെനിക്ക് ആദ്യമായിട്ടും തന്ന സാക്ഷി എന്ന് പറഞ്ഞാൽ ഈ മകന് ഇംഗ്ലീഷ് വേഴ്സിഫിക്കേഷൻ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്തെ ഒരു 11 സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ട്. അതിലൊരു ഫസ്റ്റ് പ്രൈസ് കിട്ടി, ഇംഗ്ലീഷ് വേഴ്സിഫിക്കേഷൻ ആയിരുന്നു. അങ്ങനെ പ്രൈം മിനിസ്റ്ററുമായിട്ട് ഇൻട്രാക്ഷൻ കിട്ടിയത് ഞാനിവിടെ സാക്ഷ്യത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ പോയി ഞാൻ ഈ ഉടമ്പടി പുതുക്കുന്നുണ്ട്, എല്ലാമൊക്കെ ആകുന്നെങ്കിലും എനിക്ക് എങ്ങനെയാണ് ഈ ഉടമ്പടി കൊണ്ടുപോകേണ്ടത്, ആക്ച്വലി ഈ ഉടമ്പടി ലൈഫ് എങ്ങനെയാണ് എന്താണ് എനിക്ക് ഒരു മെൻറ്ററെ കിട്ടിയിട്ടില്ല. പക്ഷെ അമ്മ തന്നെ, ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ആരോടൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടും ഇതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എനിക്ക് ക്ലിയർ കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ അമ്മ തന്നെ എനിക്ക് ഓരോ കാര്യങ്ങളും നീ ഇന്ന പോലെ ചെയ്യാമെന്ന് എനിക്ക് പറഞ്ഞു തന്ന അമ്മ തന്നെയാണ് എൻ്റെ മെൻറ്റർ. ഞാൻ ഇവിടെ അച്ഛൻ ക്ലാസ് തരുമ്പോൾ ഞാൻ ഈ ക്ലാസ്സൊക്കെ കേൾക്കും, പക്ഷേ എനിക്കൊന്നും പിടികിട്ടണില്ല, ഒരു ഐഡിയ ഇല്ല. നമ്മൾ അമ്പലം, വീട്, പ്രാർത്ഥന, പൂജ അങ്ങനെ നടന്നതായിരുന്നു. അപ്പോൾ ഇത് എനിക്കറിയില്ല. അച്ഛൻ മത്തായിയുടെ സുവിശേഷം, സങ്കീർത്തനമൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി, ഈശോയായിട്ട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് ഓരോ കാര്യങ്ങളും അമ്മയും അപ്പയും എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു തരും. രാവിലെ ഞാൻ 5:15 അലാറം വെച്ചിട്ടാണ് കിടക്കണം, പക്ഷെ 5:14 ആകുമ്പോഴേക്കും എൻ്റെ അമ്മ വന്ന് എന്നെ വിളിക്കും, മായേ എണീക്ക് പ്രാർത്ഥിക്കണ്ടേ എന്ന് ചോദിക്കും. അങ്ങനെയാണ് എൻ്റെ ലൈഫ് ആ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ വിശ്വാസ പ്രമാണം അച്ഛൻ പറയുന്ന പോലെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കും. എനിക്ക് അതിനുള്ള ആ ഒരു കൃപ ഈശോ തന്നെ തന്നത്. അങ്ങനെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ പിതാവ് 7 തവണ പറയുമ്പോൾ ഞാൻ സ്വർഗീയ അപ്പയെ മനസ്സിൽ കാണും. അപ്പയുടെ പാദം സ്വർണ്ണ തളികയിൽ വെച്ചിരിക്കുക. അപ്പം ഞാൻ പാദം കഴുകും, എന്നിട്ട് പട്ടുതൂവാല കൊണ്ട് തുടയ്ക്കും, പാദം ചുംബിക്കും, സുഗന്ധദ്രവ്യങ്ങൾ ചാർത്തും. എന്നിട്ട് ഞാൻ പുഷ്പ അർച്ചന നടത്തിയിട്ടാണ് ആ 7 സ്വർഗസ്ഥനായ പിതാവ് പൂർത്തിയാക്കണത്. അതുപോലെ നന്മ നിറഞ്ഞ മറിയവും 7 എണ്ണം ചൊല്ലുമ്പോൾ അമ്മ മാതാവിൻ്റെ ഈശോയുടെയും പാദത്തിൽ ഇതുപോലെ തന്നെ ചെയ്യും. അങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ രാവിലെ തുടങ്ങി എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്. ഇപ്പം എൻ്റെ കൈ പിടിച്ച് അമ്മ നടത്തിക്കൊണ്ടുപോയി ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും, നീ ഇന്ന പോലെ ചെയ്താൽ മതി എന്ന്. ഞാൻ ഓക്കെ അങ്ങനെയാണ് പോകുന്നത്. എനിക്കിപ്പോൾ 6 നിയോഗങ്ങളൊന്നും എഴുതാനില്ല. കാരണം ഞാൻ എൻ്റെ ഒരു ആവശ്യം ഇപ്പം ഞാൻ അങ്ങനെ പറയാറില്ല അമ്മയോട്. ഞാൻ അമ്മയോട് പറയണേ അമ്മയുടെ ഹിതം അല്ലെ അപ്പയുടെ ഹിതം എന്താ അതുപോലെ ചെയ്തു തന്നാൽ മതി എന്നാ പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ നിയോഗമായിട്ട് എഴുതുന്നത്, കർത്താവെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് അവിടുന്നാണ്. അവിടുത്തെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ, അവിടുത്തോടൊപ്പം ജീവിക്കുവാൻ എന്നെ സഹായിക്കണേ, ഇതാണ് എൻ്റെ നിയോഗം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വയ്ക്കുന്നത്, കർത്താവെ വിശുദ്ധ പൗലോസിനെ പോലെ അവിടുത്തെ നാമം വഹിക്കുന്ന പാത്രമാകുവാൻ എനിക്ക് മോശയെപ്പോലെ സൗമ്യതയും സ്നേഹവും എളിമയും ക്ഷമയും ആത്മസംയമനവും നൽകണമേ. പിന്നെ കർത്താവെ എൻ്റെ കണ്ണീരിന് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഉടമ്പടിയിലൂടെ എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കുവാൻ എന്നെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ. ഇതൊക്കെയാണ് എൻ്റെ നിയോഗങ്ങൾ. പിന്നെ ഞാൻ ഇനി ഒരു നിയോഗമുണ്ട്, കർത്താവെ ഉടമ്പടി പ്രകാരം എനിക്ക് ജീവിക്കുവാനും പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അപരാധങ്ങൾക്ക് അനുതാപത്തോടെ ജീവിക്കുവാൻ എനിക്ക് പശ്ചാത്താപത്തിൻ്റെ അഭിഷേകം നൽകണമേ. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ദൈവം ചെയ്യുന്നതിന് വേണ്ടി ഉടമ്പടിയിലൂടെ എന്നെ പുനഃക്രമീകരിക്കണമേ. ഇതൊക്കെയാണ് എൻ്റെ നിയോഗങ്ങൾ. അല്ലാതെ ഞാൻ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വയ്ക്കാറുണ്ട്, അല്ലാതെ ഞാൻ എനിക്ക് വേണ്ടി വയ്ക്കാറില്ല. ഞാൻ പറയും, എന്നെ ഈ മണ്ണിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഈ ദൈവസന്നിധിയിൽ എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഈ മണ്ണിൽ ചവിട്ടാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എൻ്റെ ബലഹീനത കാരണം പരാജയപ്പെട്ടു പോകാതിരിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഇതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥനയും നിയോഗങ്ങളും. ഇനി ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് വരാം. ഇതെൻ്റെ മകനാണ്. അവൻ 10th CBSE ബോർഡ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ബഹുമാനപ്പെട്ട, അതിലുപരി നമ്മൾക്ക് പ്രിയപ്പെട്ട നമ്മുടെ ജോസഫ് അച്ഛനെ കൊണ്ടുവന്ന് ബ്ലെസ്സിങ് മേടിച്ചു. അച്ഛൻ കാശുരൂപം കൊടുത്തു. അത് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു.
അപ്പോൾ ഇവനെ സ്കൂളിൽ തന്നെ സ്കൂൾ ടോപ്പർമാരിൽ ഒരാളായിട്ട് പ്രിൻസിപ്പലും ബാക്കി ടീച്ചേഴ്സും എല്ലാം വിചാരിച്ചിരിക്കുക. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അവരെല്ലാവരും അങ്ങനെ പ്രതീക്ഷയിലാണ്, അമ്മ സഹായിക്കണം, അമ്മ സഹായിച്ചാൽ മാത്രമേ ഇവൻ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഓരോ ദിവസവും കാശുരൂപമായിട്ട് പോയി പ്രാർത്ഥിച്ചു. അവിടെ പുറത്ത് ഉപ്പിട്ടിട്ട് ഞാനവിടെ പ്രാർത്ഥിച്ച് നിൽക്കും. ഇവൻ പരീക്ഷ എഴുതി. മാത്സ് അങ്ങനെ ഓരോ പരീക്ഷകൾ കഴിഞ്ഞു. എക്സാമെല്ലാം നല്ല ഈസി ആയിരുന്നു. മാത്സ് പരീക്ഷയായി. മാത്സ് പരീക്ഷ വന്നപ്പോൾ അന്ന് രാവിലെ തന്നെ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണിച്ചു കൊടുത്തിട്ട് അമ്മ തന്നെ ഇവനോട് പറയുകയാണ്, മക്കളെ നീ ഇത് നോക്കിയിട്ട് ഇത് അതുപോലെ ചോദിക്കുമെന്ന്. ഇവൻ ആ ക്വസ്റ്റ്യൻ അതുപോലെ നോക്കി. എന്നാൽ പഠിക്കാനൊന്നും പറ്റിയില്ല, പക്ഷേ അത് ബൈ ഹാർട്ട് ചെയ്യും പോലെ ചെയ്തിട്ട് പോയി. ആൻസറും എല്ലാം നോക്കി നോട്ട് ചെയ്തു. ആ സെയിം ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നു, അവനത് എഴുതി. അതുപോലെ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇവന് അറിയില്ല. അവിടെ ഇരുന്നിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നത്. അയ്യോ ഇതെന്തോ ചെയ്യും, എൻ്റെ 3 മാർക്ക് പോകുമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇവൻ്റെ ചെവിയിൽ ഈശോ തന്നെ പറഞ്ഞു കൊടുക്കുക, മക്കളെ നീ ഇങ്ങനെ എഴുത്, ഇങ്ങനെ സ്റ്റെപ്പുകൾ എഴുത്, ലാസ്റ്റ് ആൻസർ എങ്ങനെ കിട്ടുമെന്ന്. ഇവൻ അതുപോലെ എഴുതി. ശരിയാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഇവൻ വീട്ടിൽ വന്ന ഉടനെ ഗൂഗിളിൽ കയറി നോക്കി ആൻസർ ശരിയാണോ എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു കൊടുത്ത ആ സെയിം സ്റ്റെപ്പ്, സെയിം ആൻസർ. അങ്ങനെ ഞാൻ എൻ്റെ മക്കളോ ഇന്നതാക്കണം ഇങ്ങനെയൊന്നും ഞാൻ ഈശോയോട് പറയാറില്ല. ഞാൻ പറയും, അപ്പം ഇത് അവിടുത്തെ മക്കളാണ്, എൻ്റെ മക്കളല്ല. ഇവരെന്താകണമെന്നാണോ അവിടുത്തെ ഹിതം അത് നിറവേറ്റിയാൽ മതി. അല്ലാതെ ഇവരെ ഫ്യൂച്ചറിൽ ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം അതൊന്നും എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ രാവിലെ സ്കൂളിലായാലും, മൂത്ത മകനുണ്ട്, അവൻ കോളേജിൽ പോകുമ്പോഴും ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോഴായാലും അവർ യാത്രയാക്കുമ്പോൾ ഞാൻ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് പറയും, ഈശോയെ അവിടുന്ന് കൂടെ ആയിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഇവരെ യാത്രയാക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്കിനി ഒരു ടെൻഷനും ഇല്ല. അവിടുന്ന് കൂടെ ആയിരിക്കണമേ എന്ന് പറയുമ്പോൾ ഒരു സഹയാത്രികനായിട്ട് അദ്ദേഹം കൂടെ ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. അപ്പം തന്നെയാണ് എൻ്റെ മക്കളെ വഴി നടത്തി കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ എക്സാം കഴിഞ്ഞു. സ്കൂൾ ടോപ്പർമാരിൽ ഒരാളായിട്ട് അമ്മ ഇവനെ ഉയർത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ 11th എനിക്ക് സ്കൂൾ മാറേണ്ട ഒരവസ്ഥ വന്നു. എൻ്റെ മൂത്ത മകൻ്റെ കോളേജ് പഠനമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു റെൻ്റൽ ഹൗസിലേക്ക് മാറി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഡൊണേഷനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, എനിക്ക് ഡൊണേഷനൊന്നും ഇല്ലാതെ അഡ്മിഷൻ എടുത്ത് തരണം. +1 അപ്പോൾ എന്തായാലും ഡൊണേഷൻ കൊടുക്കണം. മാത്രമല്ല ഇവൻ പഠിച്ചിറങ്ങിയ സ്കൂളിൽ നിന്ന് ഇവൻ അവാർഡ് കിട്ടാതെ പോവുകയും ചെയ്യേണ്ടി വരുന്നു. കാരണം TC എടുത്ത് പോയാൽ അവർ അവാർഡ് കൊടുക്കത്തില്ല, സ്കൂൾ ടോപ്പറായാലും അവാർഡ് കൊടുക്കത്തില്ല. അപ്പോൾ ഇവനതിൽ വിഷമം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ സാരമില്ലടാ, +2 ആകുമ്പോൾ നിനക്ക് കിട്ടും, നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയി പോയതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഇവനെ സമാധാനിപ്പിച്ചു. പക്ഷേ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വിളി വരികയാണ്, ആര്യനെയും കൊണ്ടുവരണം, അവാർഡ് സെറമണിയിൽ ആര്യൻ അവാർഡുണ്ട്, കൊണ്ടുവരണമെന്ന്. അപ്പോൾ അത് ഇന്ന് വരെ ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ TC എടുത്ത് പോയൊരു കുട്ടിക്കൊരു അവാർഡ് കൊടുത്തിട്ടില്ല. അങ്ങനെ അമ്മ അവന് അവാർഡ് കൊടുത്തു. അത് കഴിഞ്ഞ് +1 അഡ്മിഷൻ എടുക്കാൻ പുതിയ സ്കൂളിലേക്ക് നമ്മൾ പറഞ്ഞ സ്കൂളിൽ തന്നെ അമ്മ അഡ്മിഷൻ തന്നു. അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ അവരൊരു ദിവസം വിളിക്കുകയാണ്, ഇന്ന് ആര്യനെയും കൊണ്ട് വരണം, അഡ്മിഷനാണെന്ന്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞാനൊരു കാശ് രൂപം മാത്രം കയ്യിലെടുത്തു, എൻ്റെ ബാഗിലുണ്ട്, അതും കൊണ്ട് പോയി. ഉടമ്പടി വസ്തുക്കളൊന്നും എൻ്റെ കയ്യിലില്ല. ഞാനങ്ങനെ പോവുകയാണ് ഇവനെയും കൊണ്ട്. അവിടെ ചെന്നു. അപ്പം ഞാൻ ഓരോ കുട്ടികളായിട്ട് വിളിച്ചിട്ടാണ് റൂമിലേക്ക് കയറ്റി അവർ അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വിചാരിച്ചു, ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇരുന്ന് ആര്യൻ്റെ പേര് വിളിച്ചു. ആര്യൻ്റെ പേര് വിളിക്കുന്നതിന് മുൻപ് മോന് നമ്മൾ ഇരുന്ന സ്ഥലത്ത് നിന്നിട്ട് അവന് ഭയങ്കരമായിട്ടൊരു ചുമ വന്നു. ചുമയെന്ന് പറഞ്ഞാൽ ചുമ ഇങ്ങനെ നിൽക്കണില്ല. അപ്പം ഞാൻ അവന് എന്താടാ നിനക്കിപ്പോൾ ഒരു ചുമ? അപ്പോൾ അറിയില്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് കയറണം, നീ ഇങ്ങനെ ചുമച്ചുകൊണ്ട് അത്രയും നിർത്താത്ത ചുമയായിരുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ബാഗ് തുറന്നു നോക്കി. ഞാൻ എപ്പോഴും ഉപ്പ് എൻ്റെ ബാഗിനകത്ത് കാണും. ഞാൻ എന്നോ ഇട്ടൊരു ഉപ്പ് എൻ്റെ ബാഗിലുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് ഒരു നുള്ളെടുത്ത് ഇവൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലി നാവിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം തന്നെ പിന്നെ ചുമച്ചിട്ടില്ല. അത് കഴിഞ്ഞു. മോൻ്റെ പേര് വിളിച്ചു. നമ്മൾ ചെല്ലുമ്പോൾ പ്രിൻസിപ്പൽ ഇങ്ങനെ സെൻറ്ററിൽ ഇരിക്കുക, 4 ചുറ്റിനും കുറേ ആൾക്കാർ. അപ്പം ഞാൻ വിചാരിച്ചു ഇവർ പാരൻസിനെയൊക്കെ വിളിച്ച് ഇങ്ങനെ ഇരുത്തിക്കുമായിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതെല്ലാം അവിടുത്തെ +1 +2 ടീച്ചേഴ്സായിരുന്നു. വലിയൊരു ഇൻ്റർവ്യൂ ബോർഡായിരുന്നു. എനിക്കങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്നേ അറിയില്ല. എനിക്ക് ഞാൻ തന്നെ നാവിൽ ഉപ്പൊക്കെ ഇട്ട് കുരിശൊക്കെ വരച്ച് ഒക്കെ പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവന് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അത് അമ്മയ്ക്കറിയാം. അമ്മ അതുകൊണ്ട് ആ ചുമയായിട്ട് അവന് കൊടുത്തു, ഉപ്പ് നാവിലേക്ക് ഇടാൻ സാധിച്ചത് തന്നെ. അങ്ങനെ ഇൻ്റർവ്യൂവിന് ചെന്നു. ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അവരുടെ ഒരു ആക്സെൻ്റ് എനിക്ക് മനസ്സിലാകുന്ന പോലുമില്ല. പക്ഷേ ഇവൻ റിപ്ലൈ പറയുന്ന കേട്ടപ്പോൾ ഇവൻ ഇത്രയൊക്കെ പറയാൻ പറ്റിയോ, പറയാൻ കഴിഞ്ഞോ എന്നൊക്കെ ഞാനവിടെ അതിശയിച്ചിരിക്കുക.
പക്ഷെ അതെല്ലാം അമ്മയാണ് അവനിലൂടെ ആ ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് അവന് അനുഗ്രഹം കൊടുത്തത്. പക്ഷേ ആ ഇൻ്റർവ്യൂ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു, ഇവൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ, ഇവൻ്റെ ഹോബീസ്, അത് ഇതെല്ലാം. പക്ഷെ അന്ന് അങ്ങനെ ആ സ്കൂളിൽ ഇങ്ങനെ ഒരു പുതിയ കുട്ടി അഡ്മിഷൻ എടുത്തേക്കുവാ, നമ്മുടെ സ്കൂളിൻ്റെ ഒരു അസറ്റാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ, ഈ നിമിഷം വരെയും ആ സ്കൂളിലെ എന്തോ ഒരു VIP സ്റ്റുഡൻ്റായിട്ടാണ് ഇവൻ അവിടെ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് +1 തന്നെ സ്കൂളിൽ വേഴ്സിഫിക്കേഷൻ, ഇംഗ്ലീഷ് വേഴ്സിഫിക്കേഷൻ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അന്നിവന് പ്രൈസ് അടിച്ചില്ല. സോ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻ വന്നപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു, ഇവിടെ സ്കൂളിൽ പ്രൈസ് അടിച്ചാൽ മാത്രമേ നിനക്ക് CBSE ഇൻ്റർ സ്കൂൾ സഹോദയെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവന് വലിയ വിഷമമായി. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് കിട്ടിയില്ലല്ലോ. ഞാൻ പിന്നെ സാരമില്ലടാ, നമുക്ക് 12th നോക്കാമെന്ന്. അപ്പോൾ ഇപ്പോൾ 12th ഇപ്പോൾ സ്കൂളിൽ വേഴ്സിഫിക്കേഷൻ കോമ്പറ്റീഷൻ നടത്തി. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ 3rd മതിയെന്ന്. ടോപ്പിക്ക് അവരാ കൊടുക്കുന്നേ. സാധാരണ ഇവൻ എഴുതുമ്പോൾ ഒരു 3 ദിവസമെങ്കിലും എടുക്കും ആ പോയം കംപ്ലീറ്റ് ആക്കാൻ. അപ്പം ഞാൻ മാതാവിനോട് പറയണം, അമ്മേ അവിടെ ചെല്ലുമ്പോൾ അവരൊരു ടോപ്പിക്ക് കൊടുക്കും, അവിടെ ഇരുന്ന് അവന് എഴുതണം, എന്നാലല്ലേ കോമ്പറ്റീഷനല്ലേ, അമ്മ വരികൾ കൊടുത്തേക്കണേ എന്ന് പറഞ്ഞു. ഞാൻ ഇവനെ യാത്രയാക്കി. ഇവൻ പോയി. ഇവനെ 24 മണിക്കൂറും അമ്മ ഈശോയും വിളി മാത്രമേ ഉള്ളൂ. ഇവനതുപോലെ പ്രാർത്ഥിച്ചു. അമ്മ വരികൾ കൊടുത്തൊരു A4 സൈസ് ഫുൾ പേജിൽ ഇവനെഴുതി 3rd കിട്ടണേന്ന് അവൻ പ്രാർത്ഥിച്ചു. അമ്മ 2nd കൊടുത്തു. നാളെ CBSE ഇൻ്റർ സ്കൂൾ ഇംഗ്ലീഷ് വേഴ്സിഫിക്കേഷൻ കോമ്പറ്റീഷനാണ്, അതിലവന് സെലക്ഷൻ കിട്ടി, നാളെ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ മോൻ തന്നെ ഈ കവിളിൻ്റെ ഈ ഭാഗത്തൊരു തടിപ്പ് ഭയങ്കര വേദനയായിട്ടിരുന്നു. ഇവൻ ഒരു ദിവസം പ്രസ് ചെയ്തപ്പോൾ ആ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് പ്രസ് ചെയ്തത്. ഈ പസ് ഇങ്ങനെ തെറിച്ച് കണ്ണാടിയിലേക്ക് ഒരുപാട്, ഒരു 5 മിനിറ്റോളം പസ്സും ബ്ലഡും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ പറഞ്ഞു, നാളെ നമുക്ക് നോക്കാം, വീണ്ടും ഇതുപോലെ തടിച്ച് വരുവാണെങ്കിൽ ഡോക്ടറെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു മാസം കഴിഞ്ഞു, വീണ്ടും ഒരു പ്രാവശ്യം കൂടി വന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ തടിപ്പെല്ലാം പൂർണ്ണമായിട്ട് മാറി. അവന് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇനി എൻ്റെ ഒരു സൗഖ്യം പറയാം. എനിക്ക് യൂട്രസിൽ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 1 ഇയറായിട്ട് ഇങ്ങനെ സിസ്റ്റ് കാണും, സ്കാൻ ചെയ്യുമ്പോൾ സിസ്റ്റ് കാണും. പിന്നെ നമ്മൾ മെഡിസിൻ എടുക്കും, അപ്പോൾ സിസ്റ്റ് മാറും. വീണ്ടും കുറേ ദിവസം കഴിയാം, ഡോക്ടർ പറയും ഒരു 4 months ആകുമ്പോൾ വീണ്ടും ചെയ്യണം. അപ്പോൾ വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും സിസ്റ്റ്, അങ്ങനെ മെഡിസിനുമായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. ഞാൻ പക്ഷേ അമ്മയോടത് പ്രാർത്ഥിച്ചില്ല, ഒന്നും ചെയ്തില്ല. അമ്മ മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ എന്നുള്ള ഇതിൽ ഞാൻ അത് മാറിക്കൊള്ളും എന്നുള്ള രീതിയിൽ ഞാനിരുന്നു. പിന്നെ എനിക്ക് അഡിനോമയോസിസ് ഉണ്ടായിരുന്നു. അഡിനോമയോസിസ് മീൻസ് എൻഡോമെട്രിയം കട്ടി കൂടുന്ന ഒരവസ്ഥ. അത് പീരീഡ്സൊക്കെ ഭയങ്കര പെയിനായിരിക്കും. പക്ഷേ അതൊക്കെ എൻ്റെ കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ആ പെയിനെല്ലാം അമ്മ എനിക്ക് മാറ്റി. പക്ഷേ ഈ സിസ്റ്റിൻ്റെ കാര്യമായിട്ട് ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് സിസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. എൻ്റെ വയറിൽ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അടുത്ത സ്കാനിൽ എൻ്റെ അഡിനോമയോസിസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയും, അത് പെർമനൻ്റ് ഉണ്ടായിരുന്ന അവസ്ഥ, അതൊരിക്കലും മാറില്ല എന്ന് ഡോക്ടർ പറഞ്ഞതാണ്. അതും മാറി, സിസ്റ്റും മാറി, നോർമൽ സ്റ്റഡി എന്നൊരു റിസൾട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്കൂട്ടർ എൻ്റെ മോന് വാങ്ങാനായിട്ട്, ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാനായിട്ട് മാതാവിനോട് പറഞ്ഞു, അമ്മേ നല്ലൊരു സ്കൂട്ടർ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, അമ്മ തന്നെ അത് നോക്കി ചെയ്തു തരണം. അപ്പോൾ അവനൊരു ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത്, സൈനിക് സ്കൂൾ. അവിടെ അവൻ്റെ റോൾ നമ്പർ എന്ന് പറയുന്നത് 84, അതായിരുന്നു അവൻ്റെ നമ്പർ. അപ്പോൾ ആ നമ്പറിനോട് അവന് വലിയൊരു പ്രണയമുണ്ട്. അവനിങ്ങനെ ഒരു വണ്ടി വാങ്ങുന്നെങ്കിൽ 5584 അതായിരുന്നു അവൻ്റെ നമ്പർ. പക്ഷെ ആ ഒരു 84 കിട്ടണം എന്നവൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ആ വണ്ടി എടുക്കുമ്പോൾ 84 അതിൽ കാണണമെന്ന്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അതിലൊരു 6 കാണണം, അമ്മയുടെ നമ്പർ 6 അല്ലേ. അപ്പോൾ അവൻ 84 പറഞ്ഞു, ഞാൻ 6 പറഞ്ഞു. വണ്ടി കിട്ടി. വണ്ടിയുടെ നമ്പർ 8460. അത് കഴിഞ്ഞ് 1 month കഴിഞ്ഞിട്ട് എനിക്കൊരു സ്കൂട്ടർ എടുക്കുകയാണ്. ഞാനിപ്പോൾ 1 week ആയിട്ടുള്ളൂ സ്കൂട്ടർ എടുത്തിട്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടണം, എനിക്ക് അമ്മയുടെ നമ്പർ 6 അല്ലേ, എനിക്ക് 6 കിട്ടണമെന്ന്. അതുപോലെ ആ നമ്പറും അമ്മ 6 ആക്കി തന്നു. 1077 ആണ് എൻ്റെ വണ്ടിയുടെ നമ്പർ. ഇങ്ങനെ ഇനി വേറെ കുറേ അനുഗ്രഹങ്ങളുണ്ട്. അതൊന്നും ഇവിടെ പറയാനിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്കിത്രയും അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകുന്ന അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതിലുപരി
എൻ്റെ മക്കൾ, ഞാൻ എപ്പോഴും ഈശോയോട് ചോദിക്കും എന്തേ എന്നെ തിരഞ്ഞെടുക്കാൻ ഇത്രയും വൈകിയെന്ന്. പക്ഷേ ഞാനത് ഈശോയ്ക്കൊരു സമയമുണ്ടല്ലോ. കാനായിലെ കല്യാണത്തിൽ വീഞ്ഞി തീർന്നപ്പോൾ അമ്മ പറഞ്ഞപ്പോഴും ഈശോ എന്താ പറഞ്ഞേ, സമയമായിട്ടില്ല. അപ്പോൾ അപ്പയ്ക്കൊരു സമയമുണ്ട്. ആ സമയത്ത് അപ്പോൾ എല്ലാവരെയും തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊള്ളും. പക്ഷെ അപ്പം ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ സ്വർഗീയ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് ആ സ്വർഗസ്ഥനായ പിതാവിന് എനിക്ക് കോടാനുകോടി നന്ദി ഞാൻ പറയുകയാണ്. പിന്നെ എന്നെ മാത്രമല്ല എൻ്റെ വീട്ടിൽ തിരഞ്ഞെടുത്ത, ഞങ്ങൾ 4 പേരെയും ഒന്നിച്ച് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ 4 പേരും അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനെല്ലാം ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഇത്രയും ലേറ്റായിട്ടാണ് ഈശോയും മാതാവിനെയും കിട്ടിയതെങ്കിലും ഞങ്ങളുടെ മക്കൾക്കിപ്പോൾ കിട്ടിയല്ലോ. ഇനി അതിനേക്കാളും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവരുടെ മക്കൾക്ക് അവർ ജനിക്കുന്ന പോലെ കിട്ടുമല്ലോ. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ കാരുണ്യപ്രവൃത്തി ഒരുപാട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ഈ സാക്ഷ്യം അവരൊക്കെ കേൾക്കും. അപ്പോൾ അവർ വിചാരിക്കും ഞാനിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നതെന്ന്. അല്ല, കുട്ടിക്കാലം മുതൽ എൻ്റെ അച്ഛനും അമ്മയും അമ്മമ്മയും ഒക്കെ കാരുണ്യപ്രവൃത്തി ചെയ്യുന്ന കണ്ട് വളർന്നവരാണ് ഞങ്ങൾ. എല്ലാ ദിവസവും ഒരാൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അസുഖമായിട്ട് വരുന്നവർക്ക് ക്യാഷായിട്ട് സഹായിക്കാറുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായം ചെയ്യുന്നുണ്ട്. വസ്ത്രം കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് 5-6 കെട്ട് പത്രമാണ് ഞാൻ ഹസ്ബൻഡുമായിട്ട് വാങ്ങണത്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും. വീടുകളിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, ടാക്സി സ്റ്റാൻഡിൽ. പിന്നെ തമിഴ് പത്രം വാങ്ങിച്ച് തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോയി കൊടുക്കും. ഹസ്ബൻഡ് കാസർഗോഡായിരുന്ന സമയത്ത് കന്നഡ പത്രം വാങ്ങിയിട്ട് അവിടെയും കൊടുത്തിരുന്നു. പിന്നെ എനിക്ക് മാതാവ് തന്നെ ഓരോ ഇൻഡ്യൂഷൻ ഇങ്ങനെ തരും. നീ ഇന്ന സ്ഥലത്തേക്ക് പോ, അവിടെ ഒരു മാതാവിൻ്റെ രൂപക്കൂടുണ്ട്, അവിടെ ചെല്ല്, അവിടെ മാതാവ് ഇങ്ങനെ എന്താ സെറ്റ് സാരി ഉണ്ടല്ലോ, കേരള സാരി, അതൊക്കെ ഉടുത്ത് നിൽക്കുന്ന അതിങ്ങനെ എൻ്റെ കണ്ണിൽ കാണിച്ചു തരും. അങ്ങോട്ട് പോ. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ എന്തിനാ അമ്മ അങ്ങോട്ട് ചെല്ലാം, ഞാൻ ഹരിയേട്ടനോട് ഹരിയേട്ടൻ എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകുമോ, മാതാവ് പറയുമോ അവിടെ പോകാനായിട്ടെന്ന്. ഹരിയേട്ടൻ എന്നെ കൊണ്ടുപോയിട്ട് ഞാനിങ്ങനെ നോക്കും, അമ്മ എന്തിനാ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്. ഞാൻ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ പോയപ്പോൾ അമ്മ എന്നോട് പറയാം, ഒന്ന് നീ തിരിഞ്ഞ് നോക്കെന്ന്. ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ 2 കെട്ട് പത്രം അവിടെ ഇരിക്കും, നമ്മുടെ കൃപാസനത്തിൽ പുതിയ പത്രം. എനിക്ക് ഭയങ്കര സങ്കടമായി. അതെടുത്തുകൊണ്ട് വന്നു. ഞങ്ങളെ തൊട്ടടുത്ത ദിവസം തന്നെ കുറേ പേർക്ക്, മുസ്ലിങ്ങൾ ഉൾപ്പെടെ, ഞങ്ങൾ എല്ലാവർക്കും, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നില്ലാതെ എല്ലാവരോടും മാതാവിനെ പറഞ്ഞു കൊടുക്കും. എനിക്ക് ഇതുപോലെ ഉപേക്ഷിച്ച ഒരുപാട് പത്രങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അമ്മയുടെ പത്രം എവിടെ കണ്ടാലും അപ്പം തന്നെ ചാടി വീണെടുക്കും. ചിലപ്പോൾ സിംഗിളായിട്ട് ഒരെണ്ണമായിരിക്കും കിടക്കുന്നത്, അതെടുത്ത് ഞങ്ങൾ ഓരോരുത്തർക്കും അമ്മ മാതാവിനെ ഈശോയും കുറിച്ച് പറഞ്ഞു തന്നെ കൊടുക്കും. ഇത്രയും അനുഗ്രഹങ്ങളും തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 ഞാൻ നന്ദി പറയുന്നു.